ഗുഡ് മോർണിംഗ് ഫ്രം സിയാൽ. ഒരു സ്വപ്നയാത്രയുടെ തുടക്കമാണ് കേട്ടോ. ഇത് എയർപോർട്ടിലാണ്, ഡൊമസ്റ്റിക്കിലാണ്, ഇൻ്റർനാഷണൽ യാത്രയൊന്നും അല്ല കേട്ടോ. ഒരുപാട് കാത്തിരുന്നൊരു യാത്ര, ഒരു ഡ്രീം ഡേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആക്ച്വലി ട്രെയിനിനാണ് ആദ്യം ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ നമ്മളുടെ അച്ഛൻ്റെ വീട്ടിലൊരു മരണം സംഭവിച്ചത് കൊണ്ട് നമുക്ക് യാത്ര മാറ്റി വയ്ക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് പോവായിരുന്നു. എവിടെയാണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. ആദിക്കുട്ടൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അനിയൻകുട്ടൻ്റെയും ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങളെല്ലാം കഴിഞ്ഞു, ചെക്കിനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സമയമാവാൻ ഇനിയും ടൈമുണ്ട്. ഇനി ബോഡി പാസ് എല്ലാം കൊടുത്ത് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നു. എനിക്ക് അനിയൻകുട്ടൻ എങ്ങനെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറുമ്പം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഞാനും എന്താ പറയുക, 2025 എന്ന് പറയുന്ന വർഷം നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്ന ഒരു വർഷമായിരുന്നു. സന്തോഷം ഉപരി സങ്കടമല്ല, ഭയങ്കര സമ്മർദ്ദത്തിലുള്ളൊരു വർഷമായിരുന്നു. കാരണം സമയമില്ലാത്തതുകൊണ്ട്. അനിയൻകുട്ടൻ ഫ്ലൈറ്റിൽ സീറ്റൊക്കെ ഇരുന്നു. എല്ലാവരും അമ്മയൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സെറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അവൻ ഹാപ്പിയാണ്, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. രാവിലെ 6:30 കേട്ടോ സമയം. ഇത്ര നേരത്തെ ഞങ്ങൾ പോവാണ്. കാരണം ഞങ്ങൾക്ക് കയറി ഇറങ്ങി വേണം പോകാനായിട്ട്. നേരിട്ടല്ല പോകുന്നത്, നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് നേരിട്ടല്ല പോകുന്നത്. അപ്പം നമ്മളങ്ങനെ നമ്മളുടെ അല്ല, എൻ്റെ ഡ്രീം ഡേയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ. എൻ്റെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ യാത്ര. അത് ഫ്ലൈറ്റിനായത് ഭയങ്കര ഒരു സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടതാ ബാംഗ്ലൂർ എത്തിയിട്ടോ. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് സമയം അടുത്ത ഫ്ലൈറ്റിനുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.